അപ്പ അപ്പന് പ്രസാദം. എന്റെ മോൾ ഇത്ര കാലത്തെ കുളിയും ചെയ്വോ ഒക്കെ കഴിഞ്ഞു. നീ എന്താ എഴുന്നേക്കാഞ്ഞ്? ഓ, നേരാട്ട് കഴിഞ്ഞ് എത്തിയോടി കൊച്ചു കാലത്ത് നല്ല കാര്യം ചെയ്തു. അവക്ക് വഴക്കാം. നിങ്ങൾ അവളെ ഭക്ഷണാക്കുന്നത് എന്ത് ചെയ്താലും എന്റെ മോള്. നീ പോയ ചൂടുവെള്ളം ഇങ്ങെടുത്തോണ്ട് വാ. എനിക്ക് പൊത്തിട്ട് തരാത്തെ അപ്പന് മാത്രമേ പൊത്തുള്ളോ? നീ പോയി കുളിച്ചേച്ചു വാ, എന്നിട്ട് ഇട്ട് തരാം. അതെ, അപ്പം കുളിച്ചോ? നീ അതിന് അപ്പനാണോടെ എടുക്കാം. എന്നാ വെള്ളം. നിങ്ങൾ അതിനെ വെട്ടം വീഴുന്നതിന് മുമ്പ് ഈ വിഷം കൂട്ട് കയറ്റുന്നേ. ഇടി വെമ്പറുന്നവരെ, നിനക്ക് വല്ല വിവരവും ഉണ്ടോ? കള്ള് തന്റെ മതം കാട്ടും, കറുപ്പ് തന്റെ ബലം കാട്ടും, കഞ്ചാവ് 5 നിറം കാട്ടും എന്നാ പ്രമാണം. വിറക് കൂട്ടാൻ പോണവന് വേണ്ടത് എന്താ? ബലം. അപ്പന് വ്യവധാനം. നീ പോണച്ചൂല മക്കളെ, അപ്പൻ അങ്ങോട്ട് ഇറങ്ങുന്നേ. അപ്പ എന്റെ ധൂലിപ്പഞ്ചിന്റെ കാര്യം വരുമ്പോ കൊണ്ടുവരാം. വെളുക്കുമ്പോ ചിരിച്ചും കളിച്ചും കൊണ്ട് പോയിക്കാം. വൈകിട്ട് വരുമ്പേ 4 കാലം വന്നാ മതി കേട്ടാ. കല്ല് തന്റെ മതം കാട്ടു, കറുപ്പ് തന്റെ ബലം കാട്ടു, പിന്നെന്റെ തങ്കച്ചി കിട്ടി കഞ്ചാവ് 5 നിറം കാട്ടും. പാടി പഠിച്ചോ മൊട്ടേനെ ഇരുന്നതിന് മുമ്പേ. പിള്ളേ, തങ്ക കുളി കഴിഞ്ഞ് വന്നില്ലേ? വന്നു, ഇപ്പോഴേക്ക് വരൂ. അവള് വൃത്തിയാണല്ലോ. ചേച്ചി, ഇട മോനെ കൊച്ചു കുട്ട. വാ വാ വാ. ആയ് ആയ്. ശരി കൊച്ചേ, അതിനെ കരയിപ്പിക്കില്ലേ? ഇട മോനെ. ആയ് ആയ്. നീ പോയി കാപ്പിയിട് കുട്ട. വെറുതെ ഇരിക്കടാ. നേരം വെളുത്തോണ്ട് തുടങ്ങിയ കളി. ദാ അതുകൊണ്ട് പോയിക്കാം. പേടിച്ചു പോയി, പേടിത്തുണ്ട്. കൂടുണ്ട് പെണ്ണ്. പെണ്ണോ? പിന്നെ നീ ആണാണോ? എന്നെ പെണ്ണെ ആണാന്നൊന്നും വിളിക്കണ്ട. എന്തോ വിളിക്കണമെന്ന് ഞാൻ നിശ്ചയിച്ചോളാം. അതെ, അങ്ങ് പള്ളിയില് നിന്ന് ചിലക്കാതെ കാപ്പിങ്ങാണ്. ഇപ്പൊ മനസ്സില്ല. ഇതായിരിക്കുന്നു, വേണമെങ്കിൽ എടുത്തോ. തങ്കേ, തങ്കേ. എന്താ? ആ സോപ്പ് നീ എടുത്തേ. സോപ്പ് 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 ഇങ്ങോട്ട് ഇങ്ങോട്ട് വരാൻ. അമ്മേ, ഇന്ന് ചോറ് കൊടുത്തിറക്കണ്ട. എന്താ മോനെ? ഒരുപാട് ജോലിയുണ്ട്. കമ്പനി കയറി അത്യാവശ്യ കാര്യങ്ങൾ നോക്കിയിട്ട് ടൗൺ വരെ ഒന്ന് പോണം. ടാക്സിന്റെ കാര്യം തിരക്കണം. ലേബർ ഓഫീസിലൊന്ന് പോണം. പിന്നെ കുറെ പുസ്തകം വാങ്ങണം. എന്തിനാ കുഞ്ഞു പുസ്തകം? ഇപ്പൊ തന്നെ ഒരു 10,000 പുസ്തകം ഇവിടെ ഇരിക്കുന്നില്ലേ? അതല്ലമ്മേ, ഞാൻ പ്രൈവറ്റ് ആയിട്ട് BA പഠിക്കാൻ പോവാ. അപ്പോ ടൗണിൽ പോണുണ്ടെങ്കിൽ ഒരു ടിന് ബേബി പൗഡറും ഒരു ബേബി സോപ്പും മേടിച്ചോണ്ട് പോരെ. മറക്കരുതേ. ഒരു ദോശ കൊടുത്തട്ടെ. മതി. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. നോക്ക് നോക്ക്.
ഒരാളെ കൂടെ അങ്ങോട്ട് ചെല്ലും. എന്താ? ഒന്നുമില്ല. എന്താ തുറച്ചു നോക്കുന്നേ? ഒന്നുമില്ല. ഒന്നുമില്ലെങ്കിൽ പേടാ. ഇത് പേടൊന്നും അല്ല. പണിക്കിട്ട് എന്തിനാ വന്നേ? ഇച്ചിരി നെല്ല് കുത്തിക്കാൻ. അത് അപ്പുറത്തല്ലേ? ഓ, ഞാൻ വന്നത് ഇഷ്ടപ്പെട്ടില്ലായിരിക്കും. അല്ലല്ലോ അപ്പക്കുട്ടന് എന്നോട് ഒരു ഇഷ്ടമില്ല. എത്ര നാളായിട്ട് പറയുന്നു ഞങ്ങളുടെ അങ്ങോട്ടൊന്ന് വരാൻ. കാത്തു കാത്ത് കണ്ണ് കളിച്ചത് മിച്ചം. എന്ന് വരും പറ? വന്നാ എന്തോ തരും. എന്ത് വേണമെങ്കിലും തരാം. ആ, ലോഡ് വന്നു തോന്നുന്നു. ഞാൻ പോട്ടെ. ആ, അങ്ങോട്ട് ഇറക്കി. എന്താ ഇത്ര വൈകി? അടുത്ത ലോഡ് വേഗം കൊണ്ടുവന്നോ. കേട്ടോ? ദേ, ആളപ്പുറത്തോട്ട് പോയിട്ടുണ്ട്. നിങ്ങളൊന്ന് വെറുതെ വരൂ. നിക്കണേ, ഞാൻ ഇപ്പൊ വരാട്ടോ. വേഗം വരണേ. ആ, സാറൊന്ന് ടൗണിൽ പോകുമ്പോ ആ ഇലക്ട്രിസിറ്റി ഓഫീസറൊന്ന് കയറാൻ മറക്കല്ലേ. ഞാനത് ഓർത്തു. ഇതെന്താ ഈ വഴിക്ക്? മലക്കറി മേടിക്കാം. ഇവിടെ മലക്കറി കച്ചവടമൊന്നുമില്ല, മനസ്സിലായോ? പിന്നെ ഒരു കാര്യം പറയാനുണ്ട്. എന്തോ കാര്യം? രഹസ്യമാണോ? കുഞ്ഞപ്പാ, എന്തോ ആ മരം കൊണ്ടുവന്ന വണ്ടിക്കാർക്ക് പൈസ കൊടുത്തു വിട്ടെ. ഇന്ന പൈസ. ശരി, ഇനി പറ, എന്തോ രഹസ്യം? കുഞ്ഞപ്പനെ പറഞ്ഞു വിട്ടപ്പോഴേക്കും രഹസ്യം അങ്ങ് മറന്നു. ആ, വാ. ഇതൊന്ന് പിടിച്ചു. പിടിച്ചോ പിടിച്ചോ. വലിയ ആളാ. മറ്റുള്ളവർ കാണുമ്പോ കളിയാക്കുന്നത് വലിയ മിടുക്കാന്ന വിചാരം. എന്റെ തങ്കക്കുട്ടി അങ്ങ് പിണങ്ങോ? ഞാൻ ചുമ്മാ തമാശ പറഞ്ഞല്ലേ. ഒരു തമാശക്കാരൻ. കാര്യം എന്തെന്ന് പറ. ദേ 10:45 ഗോതമ്പ് എനിക്ക് പോകാനുള്ള പറ. എനിക്ക് വയ്യ. എന്നാ ഞാൻ പോവാ. പിന്നെ പിന്നെ ടൗണിൽ പോകുമ്പോഴേ എനിക്കൊരു സാധനം മേടിച്ചു തരുമോ? നാളെ ഞാൻ അപ്പന്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചു തരാം. പൈസയുടെ കാര്യമൊക്കെ അവിടെ ഇരിക്കട്ടെ. സാധനം എന്താന്ന് പറ. എന്തോന്ന് പറ. എനിക്ക് പോവാൻ നേരമായി. പറയുന്ന എങ്ങനെ? പറഞ്ഞില്ലേ പിന്നെ എങ്ങനെ മേടിക്കുന്നേ? ഇത് അല്ല കൂത്ത്. എന്തോന്ന് പറ, എനിക്ക് പോരായി. പിന്നെ ഇത്രേ ഉള്ളോ? ഇതാണ് ഇത്ര രഹസ്യം? ഞാൻ പോവാ. ഇതാണ് അളവ്. അളവ് കൊള്ളാലോ. ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞേക്കാ തങ്കേ. ആ കൂട്ടുകെട്ട് നിനക്കത്ര നല്ലതല്ല. ഏത് കൂട്ടുകെട്ട്? തോക്കിനകത്ത് കയറി അങ്ങ് വെടിവെക്കാതെ
പറയുന്നതങ്ങ് മുഴുവനും കേക്ക്. അവനവനിൽ കൂടിയ ആൾക്കാരുമായുള്ള ബന്ധം അപകടം. അവര് വലിയ ആളുകളാ. കാര്യം കഴിഞ്ഞാ അവര് കൈമലത്തും. പിന്നെ അനുഭവിക്കുന്നത് നമ്മൾ പെണ്ണുങ്ങളാ. നിങ്ങൾ വിചാരിക്കുന്ന പോലുള്ള ഒരു ഇടപാടും ഞങ്ങൾ തമ്മിലില്ല. ഇല്ലെങ്കിൽ വേണ്ട, നീയും പെണ്ണ് ഞാനും പെണ്ണ്. നീ എന്നെക്കാൾ ഇളയതായതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. കൊള്ളുന്നേ കൊള്ളു, തള്ളുന്നേ തള്ളു. കാലത്തെ ഇറങ്ങി തിരിച്ചിട്ടുണ്ടങ്ങ് തെണ്ടാൻ. ഇങ്ങനെ ഒരുത്തനാണല്ലോ ഈശ്വര എനിക്ക് കിട്ടിയത്. എങ്ങോട്ടാ കാലത്തെ? എനിക്ക് അടിയന്തരമായി ഒരിടം വരെ എത്തേണ്ടതുണ്ട്. ഈ നിമിഷം വരെ നാണിയുടെ പ്രത്യാഗമനം പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നു. കണ്ടില്ല. ഒടുവിൽ വഴിമധ്യേ കണ്ടുമുട്ടാമെന്നുള്ള പ്രതീക്ഷയോടെ ഇറങ്ങി. പ്രതീക്ഷ സഫലമായി. എന്നാ ചെല്ല്. ഓ ബാബുച്ചേ. പിന്നെ ഒരു ലഘു നിവേദനമുണ്ട്. എന്ന് വെച്ചാൽ ഒരഭ്യർത്ഥന. അത്യാവശ്യമായി ഒരു 50 പൈസ കിട്ടിയാ കൊള്ളാം. ഒരു സുപ്രധാന യാത്രയ്ക്ക് വേണ്ടിയാണ്. എന്നാ പിടി. കൊണ്ടുപോയി തിന്നെ. ഭക്ഷണപരമായ ഉദ്ദേശ ലക്ഷ്യത്തിന് വേണ്ടി ഉള്ളതല്ല ഈ വൻതുക. എന്ത് പറയാനാ എന്റെ മോളെ? ഈ കവടി നേരത്തോ സംസ്കൃതവും പറഞ്ഞുകൊണ്ട് നടന്നാ വയറുന്നറിയോ? അരി വാങ്ങാൻ കാശ് വേണമെങ്കിൽ ഞാൻ ഉണ്ടാക്കിയിട്ട് വേണം. എന്ത് ചെയ്യാനാ? വേലുണ്ണൻ എങ്ങോട്ടാ കാലത്തെ തന്നെ? തങ്കക്കുട്ടിയുടെ മുഖത്തെന്താ ഒരു വാട്ടം? ചെവി കേൾക്കാൻ വയ്യായോ? എങ്ങോട്ടാന്നാ ചോദിച്ചത്? എന്ന് വെച്ചാ കാലത്തെ നിങ്ങളുടെ വീട്ടിൽ ഒന്ന് കയറി കണിയാൻ ചേട്ടനെ കാണാൻ അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു. ചെന്നപ്പോ പുള്ളി ഓടില്ല, നാണിയമ്മ ഇല്ല. പിന്നെന്താ ചെയ്യാനാ? ഇങ്ങ് പോന്നു. നാണിയമ്മ ഈ പാവപ്പെട്ടോളെ ആർക്കും വേണ്ടല്ലോ. അതെന്താ അങ്ങനെ പറഞ്ഞത്? ഞാൻ പറഞ്ഞ വേണ്ടെന്ന് പറയോ? ഒന്ന് ചിരിച്ചേ. ചിരിക്ക. ഞാൻ പോട്ടെ. എന്റെ ചാള ചീഞ്ഞു പോകും. അതല്ലേ ഞാൻ പോട്ടെ. പോട്ടെ. എന്റെ അടുത്ത് തോന്നിയ ദിവസം കാണിക്കരുത്, പറഞ്ഞേക്കാം.